മാമ ഇൻഡിഗോ പ്ലെയിനിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ 2-3 പേര് ചേർന്ന് അടിക്കാൻ വന്ന്. അത് എന്നെ തന്നെ അടിക്കാൻ പറഞ്ഞ എന്താ? ഒരു 2-3 കോൺഗ്രസ്സുകാർ ചാടി മുക്കിന്റെ ദേഹത്തോട്ട് വീണു. ജയരാജ സഖാവിനെ കണ്ണുമീൻ്റെ സ്ഥാനത്ത് മാറ്റി. പക്ഷെ നമ്മളെ ജയരാജ സഖാവിന്റെ അത്ര ഒരു ഗാംഭീര്യം ഇല്ലാമ. എന്തൊരു മാമ ചുമ്മാ എവിടെ പോയിട്ട് വരണടാ? ഞാൻ ഇവിടെ കട വരെ പോയത്. മാമ എന്താടാ? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയൂ? ഞാൻ സാധാരണ സത്യമല്ലേ പറയാറുള്ളൂ. ചോദിക്കട്ടാ? ചോയലടാ ചോയലേ. നിങ്ങളെ ഒരു 2-3 പേര് ചേർന്ന് അടിക്കാൻ വരെയാണ്. അടിക്കാൻ വന്നാണ്ടല്ല അവൻ മുട്ടിലെഴഞ്ഞേ തിരിച്ചു പോകൂ. ഞാൻ പഴയ പട്ടാളക്കാരനാണ്. എന്റെ മാമ ഞാൻ പറഞ്ഞ കേക്ക് നിങ്ങള്. എന്തല്ലേ? നിങ്ങൾ 2-3 പേര് ചേർന്ന് അടിക്കാൻ വന്ന്. അത് എന്നെ തന്നെ അടിക്കാൻ പറഞ്ഞ എന്താ? മാമ ഇതൊരു കൊച്ചു ഉദാഹരണം മാമ. ഉദാഹരണോ? പറ. അടിക്കാൻ വന്ന് ഞാൻ അവിടെ ചാടി വീണ് ഇവരൊക്കെ ഇടിച്ചിട്ട് മാമനെ രക്ഷപ്പെടുത്തി. എനിക്ക് മാമൻ എൻ്റെ അടുത്ത് എന്തിനു തോന്നുന്നു? കരയണോ മാമ? നിങ്ങൾ കരയണോ അമ്മ? മാമന്റെ കണ്ണ് നിറഞ്ഞു പോകടാ, കണ്ണ് നിറഞ്ഞു പോകും. നിങ്ങൾക്ക് എൻ്റെ സ്നേഹം കാണൂല അമ്മ? എടാ എന്തെല്ലാം പോക്കറ്റരം കാണിച്ചിട്ടും എനിക്ക് നിന്റെ അടുത്ത് സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടാടാ? അതില്ല. ഈ സംഭവം എല്ലാം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചു കളയൂ. നീ ഒന്നുകൂടെ പറയടാ. അത് മാമ ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം 1 വർഷം 2 വർഷം കഴിഞ്ഞ് നിങ്ങളെ വീട്ടിൽ ഞാൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ അടിച്ചു ഓട്ടിക്കൂ. ഇനി ഇമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലേ നിന്റെ കപാലക്കുറ്റിയെ മാമ അടിച്ചെന്നിരിക്കും. നിങ്ങൾ പറയൂ, എന്നെ അടിച്ച് കളയൂ. എൻ്റെ മരണം വരെ ഞാൻ നിന്നെ കൊണ്ട് നടക്കൂടാ, നിന്നെയും കൊണ്ടേ നടക്കൂ. മാമ ഇൻഡിഗോ പ്ലെയിനിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തരയുള്ള എന്നെ മാമ ഇൻഡിഗോ പ്ലെയിനിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? പ്ലെയിനിൽ കേട്ടിട്ടുമുണ്ട്. ഞാനും നിന്റെ മാമിയും പല പ്രാവശ്യം അതിൽ പെയ്യിട്ടുമുണ്ട്. അതെനിക്കറിയാം. ഇൻഡിഗോ പ്ലെയിനിൽ ഒരു സംഭവം നടന്നറിയാമോ? 2 വർഷത്തിന് മുമ്പേ. എന്തരാണോ എന്തോ നമ്മളെ മുഖ്യ ഇൻഡിഗോ പ്ലെയിനിൽ പോവായിരുന്നു. ഒരു 2-3 കോൺഗ്രസ്സുകാർ ചാടി മുക്കിന്റെ ദേഹത്തോട്ട് വീണു. അപ്പൊ രക്ഷപ്പെടുത്തി ആരെന്നറിയാമോ? അങ്ങനെ ഗൺമാനായിരിക്കും. അല്ലാതെ പിന്നാരെ പോയിന്നങ്ങോട്ട്? പിന്നാരെ മാമ നമ്മളെ EP ജയരാജ സഖാവ് ആണ് ചാടി വീണ് ഇവരെ ഇടിച്ചിട്ടത്. ഓ ശരി എന്നടാ. മാമൻ TV കണ്ട് ഒറ്റ അടിക്ക് ഈ 4 പേരും താഴെ കിടക്കണം. വീണ് ശരി തന്നെ. ഇപ്പം EP ജയരാജ സഖാവ് എന്തിനെന്നറിയാമോ? എവിടെയാണെന്നറിയാമോ? അങ്ങനെ കണ്ണൂര് കാണും. ഇപ്പൊ EP ജയരാജ സഖാവ് കൺവീനർ ഒന്നും അല്ല അമ്മ. പിന്നെന്തരീത്? അങ്ങനെ ജയരാജ സഖാവിനെ കൺവീനർ സ്ഥാനത്ത് മാറ്റി. ഒന്നുകൂടെ നീ പറ. മാമ EP ജയരാജ സഖാവിനെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്ന്. ചേടാ നിന്റെ മുഖ്യന്റെ വലം കൈ ആയിട്ടല്ലേടാ നടന്നത്? മാമ വലം കൈയല്ല, പിന്നെ ഇടം കൈയായിരുന്നു. ശരിയാണ്, ഇടതാണല്ലോ ഇടം കൈ. നമ്മൾ ഇടതുകാരല്ലേ? അയ്യോ ഇത്രയും കൂടെ നടന്ന ഒരാളിനെ ഇങ്ങാരിത് കാണിച്ചെങ്കിൽ അയ്യയ്യേ മഹാമോശം. പാവല്ലേ ജയരാജ സഖാവ്. അല്ലാതെ കാണിച്ചത് മഹാമോക്കെടുത്തണം. എടാ പുതിയ കൺവീനർ ആരടാ? TP രാമകൃഷ്ണ സഖാവ്. ആരാലേ? മാമ നമ്മളെ TP രാമകൃഷ്ണ സഖാവ്. എവിടെ നിന്ന് കാണേ? കണ്ണൂര് വിട്ടൊരു കളിയില്ല. ആളെങ്ങനെ? ആള് കുഴപ്പമൊന്നുമില്ല അമ്മ. പക്ഷെ നമ്മളെ ജയരാജ സഖാവിന്റെ അത്ര ഒരു ഗാംഭീര്യം ഇല്ല അമ്മ. ജയരാജൻ നിന്ന് കഴിഞ്ഞാൽ ഒരു തലയെടുപ്പ് തന്നെ. അത് ശരിയുണ്ടാവും, നല്ല തലയെടുപ്പാണ്. അങ്ങനെ എന്തല്ലേ പുതിയ പരിപാടികളും എല്ലാം കൊണ്ടുവന്നാടാ? പിന്നെ കൊണ്ടുവന്നാന്നോ? എന്തരാണ്? CPM-ന്റെ തുടർ ഭരണത്തിന് വേണ്ടിയേ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെല്ലണമെന്ന്. എങ്ങനെ അമ്മ CPM-ന്റെ തുടർ ഭരണമില്ലേ, നമ്മളെ ഇന്നലെ ഇനി ഭരിക്കുള്ളൂ. അത് നിങ്ങൾ വിചാരിച്ചാൽ മതി. ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെല്ലണമെന്ന്. അപ്പം ഭരിച്ചോണ്ടിരിക്കുമ്പോ ജനങ്ങളുടെ ഇടയിലോട്ട് പോണ്ടല്ലേ? എന്തരന് നമ്മളല്ലേ ഭരിക്കണം, അതിന് തന്നെ ഇറങ്ങി ചെല്ലണത്. എന്തെങ്കിലും ഉദ്ഘാടനത്തിനും കല്യാണത്തിനും വേണ്ടി മാത്രം ഇറങ്ങിയാൽ മതി. മാമ അതിന് പോവാതിരിക്കാൻ പറ്റുമോ അമ്മ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളാൻ പറയുന്ന. എന്തിനു അമ്മ? ജനങ്ങളെ ഇടയിലോട്ടല്ലേ ഇറങ്ങി പോകാൻ പോണത്. ജനങ്ങളാകപ്പാടെ പുറത്തിമുട്ടി ഇരിക്കുകയാണ്. അതിന് തിരിച്ച് ഇതേ ക്ഷേത്രത്തിൽ തന്നെ വീട്ടിൽ ചെന്ന് കയറാനായിട്ട് ഏകജി കാവിലെ ഭഗവതിക്ക് ഒരു പൂജ കൂടെ ചെയ്യാൻ പറഞ്ഞോളണം കേട്ടാ. തന്നെ? വാ